പ്രൈസ് ലോർഡ്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ പ്രഭാതത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പ്രഭാതം കൂടെ കർത്താവ് നമുക്ക് ദാനമായി തന്നുള്ള കൃപയ്ക്കായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. എല്ലാ പ്രിയപ്പെട്ടവരും സുഖത്തോടും ക്ഷേമത്തോടും സന്തോഷത്തോടുമായിരിക്കുന്നു. വിശ്വസിക്കുന്ന എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ദിവസം 34-ാം സങ്കീർത്തനം ദൈവത്തിന് സ്തോത്രം അതിന് 4 മുതലുള്ളതായ വാക്യങ്ങൾ ചില കാര്യങ്ങൾ പറയുവാനിടയായി. എന്നാൽ അതിന് തുടർമാനമായിട്ട് 1-2 കാര്യങ്ങളോട് പറയുവാൻ ഇന്ന് ആഗ്രഹിക്കുക. ദൈവത്തിന് നമ്മൾ വായിച്ചു. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമള്ളി എൻ്റെ സകല ഭയങ്ങളിൽ നിന്ന് എന്നെ വിടിവിച്ചു. അവനിലേക്ക് നോക്കി പ്രകാശിതരായി അവൻ്റെ മുഖം ലജ്ജിച്ചു പോയതും വലിയ എളിവൻ നിലവിളിച്ചു. യഹോവ കേട്ടു, അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്ന് അവനെ രക്ഷിച്ചു. യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവനെ വിടിവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, സകല ഭയങ്ങളിൽ നിന്ന് വിട്ടിപ്പിക്കുന്ന ദൈവം. ഹല്ലേലൂയ. അവനിലേക്ക് നോക്കുക പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മൾ കർത്താവിൻ്റെ മുഖത്താണോ നോക്കി ഇറങ്ങി തിരിച്ചത്? ഒരിക്കലും കർത്താവ് നമ്മളെ ലജ്ജിപ്പിക്കാൻ അനുവദിക്കത്തില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ച് നമുക്ക് മുന്നേറുവാൻ കർത്താവ് നമുക്കിടയാക്കും. ഹല്ലേലൂയ. അവനിലേക്ക് നോക്കിയവർ ഹല്ലേലൂയ പ്രകാശിതരായി നമ്മുടെ മുഖം പ്രകാശമായി തീരത്തക്കവണ്ണം കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ഒരിക്കലും അവരുടെ മുഖം ലജ്ജിച്ചു പോകുവാൻ സ്വർഗം അനുവദിക്കത്തില്ലെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു. റോമാലേഖനത്തിൽ നമുക്ക് എബ്രായ ലേഖനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന വാക്യം ഇങ്ങനെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുവാൻ യേശുവിനെ നോക്കുക. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. വിശ്വാസത്തിന് നായകനും സകലതും പൂർത്തി വരുത്തുന്നവനെ യേശുവിനെ നോക്കാൻ. ഹല്ലേലൂയ. പൂർത്തി വരുത്തി തരുന്ന യേശുവിനെ നോക്കുവാൻ. ഹല്ലേലൂയ. വേറൊരിടത്ത് പറയുന്നു, 3-ാം അധ്യായത്തിൽ പറയുന്നു, ശ്രദ്ധിച്ചു നോക്കുവാൻ. ഹല്ലേലൂയ. നമ്മൾ നോക്കേണ്ടവൻ്റെ മുഖത്തേക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗ്ഗ വിളിക്കോകരിക്കാരുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരുഷനും യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുകയും നമുക്ക് നോക്കുവാൻ നമ്മുടെ കർത്താവിൻ്റെ മുഖം. ഹല്ലേലൂയ. കർത്താവിനെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഹല്ലേലൂയ. നമ്മുടെ മുഖം ഒരിക്കലും നമുക്ക് അവൻ ലജ്ജിപ്പിക്കാൻ അനുവദിക്കത്തില്ലെന്ന് ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ മുഖത്ത് നോക്കി ഇറങ്ങി തിരിച്ചവരെ. ഹല്ലേലൂയ. ഈ ലോകത്തിൽ അല്പം പരാജയങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ജീവിതത്തിനെ കടന്നു വന്നാലും പ്രിയമുള്ളവരെ, നമ്മെ താങ്ങുന്ന, നമ്മെ നടത്തുന്ന, നമ്മെ പരിപാലിക്കുന്ന കർത്താവുണ്ടെന്ന് നമ്മൾ മറന്നു പോകരുത്. അല്പമായ പ്രയാസങ്ങൾ കടന്നു വന്നാലും അവന് അതിനപ്പുറമായിട്ട് നമ്മെ ഹല്ലേലൂയ നമ്മുടെ കർത്താവ് നമ്മളെ വഴി നടത്തുവാൻ നമ്മുടെ കർത്താവ് ശക്തനാ. ഹല്ലേലൂയ. അവനിലേക്ക് നോക്കുന്ന പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയത് നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് അബ്രഹാമിനെയും ലോത്തിനെയും കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെയാണ് അവിടെ കാണുന്നത്. 2 പേരും കൂടെ ഒന്നിച്ചിറങ്ങി തിരിച്ചതാണ്. എന്നാൽ ലോത്ത് ഹല്ലേലൂയ അബ്രഹാമിൻ്റെ ദൈവത്തിന് ഇവിടെ ഇങ്ങനെ വായിക്കുന്നു, എനിക്കും നിനക്കും ദൈവത്തിന് ഇടയന്മാർക്കും നിൻ്റെ ഇടയന്മാർക്കും ദൈവത്തിന് തമ്മിൽ പിണക്കമുണ്ടാകരുത്. നാം സഹോദരന്മാരല്ലോ. ദൈവത്തിന് സ്തോത്രം. ദേശമല്ല നിൻ്റെ മുമ്പാകെ അല്ലയോ എന്നെ വിട്ടു പിരിഞ്ഞാലും നീ ഈ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ടും പൊയ്ക്കൊള്ളാം. നീ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് പൊക്കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പോൾ ലോത്ത് നോക്കി. ലോത്ത് എന്താ നോക്കിയത്? ദൈവത്തിൻ്റെ മുഖത്തേക്കല്ല പ്രിയമുള്ളവർ. നമ്മളവിടെ വായിക്കുന്നത്, ലോത്ത് നോക്കി. യോർദാൻ അരികെയുള്ള പ്രദേശം ഒക്കെയും നീരോട്ടമുള്ളതെന്ന് കണ്ടു. യഹോവ സോദോമിനെയും ഗോമോറയെയും നശിപ്പിച്ചതിന് മുമ്പ് അത് യഹോവയുടെ തോട്ടം പോലെ ആയിരുന്നെന്ന് ലോത്ത് അത് തിരഞ്ഞെടുത്തു. ലോത്ത് ഈ ലോകത്തിലുള്ളത് നോക്കിയപ്പോൾ നമുക്കറിയാം പിന്നെ ലോത്തിന് സംഭവിച്ചത് എന്താണെന്ന്. ദൈവത്തിന് സ്തോത്രം. ലോത്ത് എന്താ നോക്കിയത്? ലോകത്തിലുള്ളത്. ഇന്ന് അനേക ദൈവത്തിൻ്റെ മുഖത്ത്, തമ്പുരാൻ്റെ മുഖത്ത് നോക്കുന്നതിന് പകരം ഹല്ലേലൂയ ഈ ലോകത്തിലുള്ളത് നോക്കുക. പ്രിയമുള്ളവരെ, സമ്പാദിക്കണം, ഹല്ലേലൂയ പിടിച്ചെടുക്കണം, കൂട്ടി വെക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ ഓടി നടക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ മുന്നിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇവിടെ ലോത്ത് നോക്കിയത് എന്താ? ദൈവത്തിന് സ്തോത്രം. നീരോട്ടമുള്ളതെന്ന് കണ്ടു. യഹോവ സോദോമിനെയും ഗോമോറയെയും നശിപ്പിക്കുന്നതിന് മുമ്പ് അത് യഹോവയുടെ തോട്ടം പോലെ ആയിരുന്നെന്ന ലോത്ത് അത് നോക്കിയെന്ന അബ്രഹാം. അത് കഴിഞ്ഞ് വായിക്കുന്നത് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ലോത്ത് അബ്രഹാമിനെ പിരിഞ്ഞ ശേഷം യഹോവ അബ്രഹാമിനോട് അല്ലിച്ച് തലപൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്തു നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. ദൈവം തമ്പുരാൻ പറഞ്ഞതനുസരിച്ച് നോക്കി. ഹല്ലേലൂയ. അബ്രഹാം, നമുക്കറിയാം അബ്രഹാം
അബ്രഹാം നോക്കി ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ അബ്രഹാമിനോട് പറയുന്നത്, നീ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം, ഇരിക്കുന്ന ഇടത്ത് നിന്ന് ഹല്ലേലൂയ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഹല്ലേലൂയ വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക, നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിൻ്റെ സന്തതിക്കും ശാശ്വതമായി തരുമെന്ന് ഹല്ലേലൂയ അവിടെ വാഗ്ദത്തം കൊടുക്കുക അബ്രഹാമിന്. അബ്രഹാം നോക്കേണ്ടതിന് മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ അബ്രഹാമിനോട് ദൈവം പറയുക, ഞാൻ നിനക്ക് ഈ ദേശമൊക്കെയും അവകാശമായി തരും, വാഗ്ദത്തം കൊടുക്കുക. ദൈവം നമുക്കറിയാം അബ്രഹാം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവനായി തീർന്നു. കാരണം എന്താ? നോക്കേണ്ടതിന് മുഖത്തേക്ക് നോക്കി ഇറങ്ങി തിരിച്ചത് മുഖാന്തരം. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഈ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് വചനം എന്താ? അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവൻ്റെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. തമ്പുരാൻ്റെ മുഖത്ത് നോക്കി ഇറങ്ങി തിരിച്ചാൽ ഒരിക്കലും നമ്മളെ ലജ്ജിപ്പിക്കത്തില്ലെന്ന് അബ്രഹാം നോക്കേണ്ട മുഖത്തേക്ക് നോക്കിയപ്പോൾ അബ്രഹാമിൻ്റെ മുഖത്തെ ലജ്ജിപ്പിക്കാതെ വണ്ണം അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചു എന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ നോക്കേണ്ടതിൻ്റെ മുഖത്തേക്ക് നോക്കി ഇറങ്ങി തിരിച്ചാൽ ഹല്ലേലൂയ നമ്മുടെ ദൈവം നമ്മളെ അനുഗ്രഹിക്കുവാൻ ശക്തനാണ്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എന്ന് രാവിലെ സമയം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, പ്രിയപ്പെട്ടവരെ ഹല്ലേലൂയ ദൈവം ഈ ലോകത്തിലുള്ളതല്ല നമ്മൾ നോക്കേണ്ടത്, ഉയരത്തിലേക്ക് ഹല്ലേലൂയ നോക്കുവാൻ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ ഉയരത്തിലേക്ക് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി ഇറങ്ങി തിരിച്ചാൽ നമ്മളെ ഹല്ലേലൂയ നമ്മളെ ഒരിക്കലും തമ്പുരാൻ ലജ്ജിപ്പിക്കത്തില്ല. നമ്മളെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്, നമ്മളെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മളെ നടത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് ഈ വചനത്തിന് വളരെ സ്പഷ്ടമായിട്ട് എനിക്ക് പറയുവാൻ കഴിയും. നമ്മെ തന്നെ ഈ വചനത്തിന് മുമ്പാകുന്ന സമർപ്പിച്ചു കൊടുക്കാമോ? ഒന്ന് ഏൽപ്പിച്ചു. അവങ്കിലേക്ക് നോക്കരുത്, പ്രകാശരായി അവരുടെ മുഖം ലജ്ജിച്ച് പോയതുമില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ നമ്മെ ലജ്ജിപ്പാൻ നമ്മുടെ ദൈവം ഒരിക്കലും അനുവദിക്കത്തില്ലെന്ന് ഈ വചനത്തിന് മുമ്പാകളെ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ കർത്താവ്, ഞങ്ങൾക്ക് നല്ല വചനത്തിനായിട്ട് സ്തോത്രം. നോക്കേണ്ടൊരു മുഖത്തേക്ക് നോക്കി ഇറങ്ങി തിരിച്ചാൽ ഹല്ലേലൂയ ശ്രദ്ധിച്ച് നോക്കി വീഴുന്ന ദൈവവചനം ഞങ്ങളെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ കർത്താവിനെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുവാൻ, മുഖത്തേക്ക് നോക്കുവാൻ ഹല്ലേലൂയ എല്ലാവരെയും അവിടുന്ന് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ. സ്തോത്രം.